الله وبركاته. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. ان اريد الا الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا هديناه السبيل إما شاكرا وإما كفورا. صدق الله مولانا العظيم. ബഹുമാന്യരായ സുന്നി യുവജന സംഘം സംസ്ഥാന സെക്രട്ടറി ആദരണീയനായ അബ്ദുൽ ഹമീദ് ഫൈലി ഉസ്താദ് അവർ, പ്രിയപ്പെട്ട MP കടുങ്ങല്ലൂർ ഉസ്താദ്, മുണ്ടമ്പറമ്പ് മുഹമ്മദ് ബാക്കവി അവർകളെ, മറ്റു പണ്ഡിതന്മാരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വളരെ വിശദമായ രണ്ട് പ്രതിപാദനങ്ങൾ ഹക്കായ മാർഗത്തെക്കുറിച്ചും ബാത്തിലായ മാർഗങ്ങളുടെ അപജയങ്ങളെക്കുറിച്ചും ഇവിടെ നടത്തപ്പെട്ടു. അതേ തുടർന്നുള്ള ഏറ്റവും കാലികമായ അല്ലെങ്കിൽ നാം ഏറ്റവും അറിഞ്ഞിരിക്കേണ്ടുന്ന മറ്റൊരു വിഷയം നിങ്ങളുടെ മുമ്പാകെ സംസാരിക്കുക എന്നതാണ് ഈ ഉള്ളവരിൽ അർപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട സമസ്തകൽ ജമിയത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്ന മഹത്തായ അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശങ്ങൾക്കനുസരിച്ച് ജീവിക്കാനും അതനുസരിച്ച് മരിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുക. സമസ്തകൽ ജമിയത്തുൽ ഉലമ ഒരു സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടൊരു സംഘടനയല്ല, മറിച്ച് കാലഘട്ടത്തിന്റെ അനിവാര്യമായ വിളിക്കുത്തരം നൽകിക്കൊണ്ട് മഹാന്മാരായ അല്ലാഹുവിന്റെ ഔലിയാക്കളും ആരിഫീങ്ങളും പടുത്തുയർത്തിയ ഒരു വലിയ ദീനി പ്രസ്ഥാനമാണ് സമസ്തകൽ ജമിയത്തുൽ ഉലമ. സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാൾ ഒരു സംഘടനാ പ്രവർത്തകൻ മാത്രമല്ല, മറിച്ച് സമസ്ത എന്നതിന്റെ പ്രവർത്തനം എന്നുള്ളത് ഒരു മാധ്യമം മാത്രമാണ്. ബഹുമാനപ്പെട്ട ദീനിന് ഖിദ്മത്ത് ചെയ്യാനുള്ള ഒരു മാധ്യമം മാത്രമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും അതിന്റെ അനുബന്ധ ഘടകങ്ങളുടെയും പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് തന്നെ സംഘടനാ താൽപര്യങ്ങളോ സങ്കുചിത താൽപര്യങ്ങളോ സമസ്തയെ നയിക്കുന്നില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അനിവാര്യമായി എടുത്ത പല തീരുമാനങ്ങളും നിർബന്ധിതമായ പഠനത്തിന്റെ ചർച്ചയുടെ അടിസ്ഥാനത്തിലെടുത്ത പല തീരുമാനങ്ങളും, ആ തീരുമാനങ്ങളൊക്കെ തന്നെയും അതൊരിക്കലും തന്നെ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കേണ്ടി വന്നിട്ടില്ല, മാറി ചിന്തിക്കേണ്ടി വന്നിട്ടില്ല, പുനഃപരിശോധിക്കേണ്ടി വന്നിട്ടില്ല. പുനഃപരിശോധിക്കത്തക്കവണ്ണം ചിന്തനീയമല്ലാത്ത രൂപത്തിലല്ല സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു തീരുമാനമെടുക്കാറുള്ളത്. ആ നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ 1930കളിൽ അതിന്റെ സുപ്രസിദ്ധമായ ഫറൂഖ് സമ്മേളനത്തിൽ, ആ ഫറൂഖ് സമ്മേളനത്തിൽ ഒരു പ്രമേയം അവതരിപ്പിക്കുകയുണ്ടായി. ആ പ്രമേയത്തിൽ ഇവിടെയുള്ള വഹാബി പ്രസ്ഥാനവും അതുപോലെയുള്ള പ്രസ്ഥാനങ്ങളുടെ ആശയപാപ്പരത്വങ്ങൾ തുറന്നു കാണിക്കുകയും അവരെ ഇമാമത്തിനോ ഖാദിസ്ഥാനത്തിനോ മറ്റു ഔദ്യോഗികമായ പദവികൾക്കോ അവർ അർഹരല്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുകയുണ്ടായി. അതോടൊപ്പം തന്നെ അംഗീകൃതമായ യഥാർത്ഥ തരീഖത്തുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് വാസിലാക്കുന്ന ഒരു ശൈഖ് മുഖാന്തരം മുരീദുമാരെ അള്ളാഹുവിലേക്ക് വാസിലാക്കുന്ന, അള്ളാഹുവിന്റെ മഹബ്ബത്തിലേക്ക് വാസിലാക്കുന്ന, അള്ളാഹുവിന്റെ ഇഷ്കിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ആ മാർഗത്തെ സംബന്ധിച്ചാണ് തരീഖത്ത് എന്ന് പറയുക.
ത്വരീഖത്ത്, യഥാർത്ഥമായ ത്വരീഖത്തുകൾ അത് ഇസ്ലാമികമാണ്, അത് ദീനിന്റെ ഭാഗമാണ്, അത് ദീനിന്റെ ഇഹ്സാൻ എന്ന് പറയുന്ന ദീനിന്റെ അടിസ്ഥാന ഭാഗത്തിന്റെ പ്രായോഗിക മാർഗമാണ് എന്ന് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അന്ന് ആ പ്രമേയത്തിലൂടെ വളരെ വ്യക്തമായി ഇവിടെ പഠിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ത്വരീഖത്ത് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ആധ്യാത്മിക മാർഗത്തെ നഖശികാന്തം എതിർക്കുവാൻ വേണ്ടി കടന്നുവന്ന വഹാബി പ്രസ്ഥാനം പോലുള്ള പ്രസ്ഥാനങ്ങൾ, ആ പ്രസ്ഥാനങ്ങളുടെ നയം ശരിയല്ല എന്ന് ശരിയായ ഖാദിരിയത്ത്, റിഫായിയത്ത്, ഷാദിലിയത്ത്, നഖ്ശബന്ദിയത്ത് പോലുള്ള ശൈഖന്മാരുടെ കൈത്തുടർച്ചയെ അംഗീകരിക്കണമെന്ന്, ആ കൈത്തുടർച്ചയെ എതിർക്കുന്ന ആളുകളെ നാം എതിർക്കണമെന്ന് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അന്ന് തീരുമാനമെടുത്തുകൊണ്ട് പൊതുജനങ്ങൾ അറിയിക്കുകയുണ്ടായി. ഇന്നും കേരളത്തിൽ മതരംഗത്ത് അവാന്തര കക്ഷികൾ ബഹുമാനപ്പെട്ട സുന്നത്തി ജമാഅത്തിനെതിരെ ഉന്നയിക്കുന്ന, സുന്നത്തി ജമാഅത്തിനെതിരെ ആരോപിക്കുന്ന ഏറ്റവും വലിയ അവരുടെ ചർച്ചയ്ക്ക് വിധേയമായിട്ടുള്ള പ്രമേയം തന്നെ ഈ ഫറൂഖ് സമ്മേളനത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എടുത്ത തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടുത്തെ ശരീഅത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ തന്നെ യഥാർത്ഥ ത്വരീഖത്തുകൾക്ക് എതിരായി കടന്നുവരുന്ന ഏത് വിധ്വംസക ശക്തികൾക്കെതിരിലും പടവാളേന്തിയിട്ടുണ്ട്, ആശയപരമായ സമരം നടത്തിയിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞു വന്നെന്തിനാ? ആമുഖമായിട്ട് തന്നെ ഇക്കാര്യം പറഞ്ഞെന്തിനാ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ത്വരീഖത്തിന് എതിരാണ്, ആധ്യാത്മികതയ്ക്ക് വിരുദ്ധരാണ്. അതുപോലെ ഒരു മഹാന്മാരായ മശായിഖുമാരുടെ സൽസരണിയുമായിട്ട് സമസ്തയ്ക്ക് ബന്ധമില്ല എന്ന കടുത്ത തെറ്റായ ആരോപണവുമായി കടന്നുവന്ന ആലുവ തരീഖത്തുകാർ, നൂരിശ തരീഖത്തുകാർ പോലുള്ള ആളുകളുടെ ജൽപ്പനം തീർത്തും ചരിത്രപരമായി പരിശോധിച്ചാലും കാലികമായി ചിന്തിച്ചാലും അത് തെറ്റാണ്, അത് ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ വന്നുകൊണ്ട് സ്വഹാബിമാരിരിക്കുന്ന ആ ജമാഅത്തിൽ, ആ മജ്ലിസിൽ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? വൽ ഈമാൻ യാ റസൂലല്ലാഹ് വമൽ ഇസ്ലാം യാ റസൂലല്ലാഹ് വമൽ ഇഹ്സാൻ യാ റസൂലല്ലാഹ്. ഓരോ ചോദ്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യസന്ധമായ യഥാർത്ഥമായ മറുപടി പറഞ്ഞു. ആ കൂട്ടത്തിൽ ഇഹ്സാനിനെ പറ്റി ചോദിച്ച ചോദ്യത്തിന് എന്താ മറുപടി നൽകിയത്? അൽ ഇഹ്സാനു അൻ തഅബുദ റബ്ബക കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. ഇഹ്സാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം ദീനിൽ ഉണ്ട്. ഈമാൻ കാര്യങ്ങൾക്ക് പുറമെ, ഇസ്ലാം കാര്യങ്ങൾക്ക് പുറമെ ഈമാനിനെയും ഇസ്ലാമിനെയും ഭംഗിപ്പെടുത്തുന്ന, അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന ഇഹ്സാൻ എന്ന് പറയുന്ന ഒരു ഭാഗം ഇസ്ലാമിനുണ്ട്, ദീനിലുണ്ട്. എന്താണ് ആ ഇഹ്സാൻ എന്ന ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി എന്റെ മുഅ്മിനീങ്ങൾ ശ്രദ്ധിക്കണം. അൽ ഇഹ്സാൻ അൻ തഅബുദ റബ്ബക കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നീ നിന്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്യലാണ്, നീ റബ്ബിനെ കാണുമ്പോൾ ഇബാദത്ത് ചെയ്യലാണ്. റബ്ബിനെ നീ കാണുന്നില്ലെങ്കിലും റബ്ബ് നിന്നെ കാണുന്നുണ്ടല്ലോ എന്ന മുറാഖബയുടെയും മുശാഹദയുടെയും അടിസ്ഥാനത്തിലുള്ള ഇബാദത്ത്. ആ ഇബാദത്തിന്റെ പ്രായോഗിക രൂപത്തിന്റെ പേരാണ് ത്വരീഖത്ത് എന്ന് പറയുന്നത്. ഞാൻ ത്വരീഖത്തിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല, ത്വരീഖത്തിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ത്വരീഖത്തിനെ എതിർക്കാനും അത് ഹൈന്ദവ ആചാരത്തിൽ നിന്ന് കടത്തിക്കൂട്ടിയതാണ് ഇസ്ലാമിലേക്ക് എന്ന വാദത്തെ ചെറുക്കാനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ രൂപീകരണ കാലം മുതൽക്ക് ഇന്നേ വരെ ഓരോ സെക്കൻഡിലും അത് ശ്രമം നടത്തിയിട്ടുണ്ട്. അതേസമയം ത്വരീഖത്തിന്റെ പേരിൽ കള്ളനാണയങ്ങൾ ധാരാളം നമ്മുടെ നാട്ടിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. മുമ്പ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, സമസ്തയുടെ രൂപീകരണ കാലത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും ഒരുപാട് വ്യാജന്മാർ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കും. അതിൽ പുത്തരിയൊന്നുമില്ല, അതിൽ പുതുമയൊന്നുമില്ല. ലോകത്ത് അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠവാന്മാരും പ്രവാചകന്മാരാണല്ലോ അമ്പിയാക്കൾ. ആ അമ്പിയാക്കളുടെ പേരിൽ കള്ളപ്രവാചകന്മാർ രംഗത്ത് വന്നതുപോലെ
ഓരോ വിഷയത്തിലും ഡ്യൂപ്ലിക്കേറ്റുകൾ രംഗത്ത് വരും. നമ്മൾ മാർക്കറ്റിൽ പോയാൽ ഒറിജിനൽ അസ്ലി എന്ന് പറഞ്ഞുകൊണ്ട് നാം വാങ്ങുന്ന നമുക്ക് തരുന്ന സാധനം ഒരുപക്ഷെ അത് ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും. അപ്പൊ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഒറിജിനൽ ആണോ എന്ന് സസൂക്ഷ്മം വിശകലനം ചെയ്യാൻ ഒന്നുകിൽ നാം അതിനെക്കുറിച്ച് ബോധവാന്മാരാവണം. അതല്ലെങ്കിൽ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് തിരിച്ചറിയുന്ന അതിനെക്കുറിച്ച് പാണ്ഡിത്യമുള്ള അവഗാഹമുള്ള ആളുകളുടെ നിർദ്ദേശം നാം സ്വീകരിക്കണം. ഇവിടെ തരീഖത്തുമായി ബന്ധപ്പെട്ട ഡ്യൂപ്ലിക്കേറ്റുകളെ മനസ്സിലാക്കാൻ ഒരുപക്ഷെ സാധാരണക്കാർക്ക് വേണ്ടത്ര അറിവുണ്ടായിക്കൊള്ളണമെന്നില്ല. ഈ സന്ദർഭത്തിൽ ഡ്യൂപ്ലിക്കേറ്റായ തരീഖത്തിന്റെ വാദികൾ, തരീഖത്തുകാരല്ല, തരീഖത്തിനെ വാദിച്ച് ജൽപ്പിച്ചു നടക്കുന്ന ആളുകൾ, ആ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് യൂരിഷക്കാർ. അതേ കൂട്ടത്തിൽപ്പെട്ടവർ തന്നെയാണ് ആലുവക്കാർ, അതുപോലുള്ള ചോറ്റൂര്, കോരൂര്, ഇങ്ങനെ പല പ്രസ്ഥാനക്കാരുണ്ട്. ഇവരൊന്നും യഥാർത്ഥമായ തരീഖത്ത് അല്ലെങ്കിൽ യഥാർത്ഥമായ ദീനിന്റെ വഴി അള്ളാഹുവിലേക്ക് വാസലാക്കുന്ന ആളുകളല്ല. മറിച്ച് അവരൊക്കെ അള്ളാഹുവിൽ നിന്ന് വഴിതെറ്റിക്കുന്ന പിശാചിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ വഴിതെളിച്ച് നടക്കുന്ന ആളുകളാണ്. അപ്പൊ അവരുടെ ഈ ശൈഥില്യങ്ങൾ, അവരുടെ കുറവുകൾ, അവരുടെ ന്യൂനതകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ അതിനെക്കുറിച്ച് അവഗാഹമുള്ള പണ്ഡിതന്മാരെന്ന് പറഞ്ഞു എന്ന് പരിശോധിക്കണം. ഈ സന്ദർഭത്തിലാണ് ആലുവ തരീഖത്തിന്റെ അതിന്റെ വാഹകനായിക്കൊണ്ട് പ്രത്യക്ഷപ്പെട്ട ആലുവ തുരുത്തിയിലുള്ള കളരിക്കൽ യൂസുഫ് എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹം അന്നൊക്കെ പറഞ്ഞിരുന്ന ആലുവ യൂസുഫ് സുൽത്താൻ ബാവ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നത്. സുൽത്താൻ ബാവ, ഉത്തരേന്ത്യക്കാരൊക്കെ അയാളെ സുൽത്താൻ ബാവ എന്നത്രേ പറഞ്ഞിരുന്നത്. ഇവിടെ ഒന്ന് കാണും, ഓരോന്നും പൊട്ടിച്ചാണ്. അവിടെ ഉള്ളത് ഇവിടെ പൊട്ടിച്ചും, ഇവിടെ ഉള്ളത് അവിടെ പൊട്ടിക്കും. അപ്പോ ഈ സുൽത്താൻ ബാവ ഇപ്പോ അയാള് കുതുബുസ്സമാൻ, കാലഘട്ടത്തിന്റെ ഔലിയാക്കളെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ഔലിയാക്കളെ കൺട്രോളർ ആയിട്ടാണ് ഇപ്പൊ അയാള് പ്രത്യക്ഷപ്പെടുന്നത്. അയാൾക്ക് ഒരുപാട് വാദങ്ങളുണ്ട്. അന്നില്ലാത്തൊരു വാദാണ്, പിന്നീട് പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ടൊരു വാദാണ്. ഇപ്പൊ ഈ അടുത്ത 1-2 കൊല്ലായിട്ട് പേപ്പറിലൊക്കെ നമ്മൾ കാണാം, കുതുബുസ്സമാൻ മൂടത്തായി, കുതുബുസ്സമാൻ മൂടത്തായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്റർ അല്ലേ. എന്താണ് ഈ കുതുബുസ്സമാൻ? കുതുബുസ്സമാൻ എന്ന് പറഞ്ഞാൽ ആരായിരിക്കണം? മഹാനായ ഇസ്മായിലുൽ ഹിഖ്ഖി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ റൂഹുൽ ബയാനിൽ പറയുന്നു. റൂഹുൽ ബയാനിൽ എന്താ പറഞ്ഞത്? ബഹുമാനപ്പെട്ടവരെ പറയാണ്, ഫലാ ശക്ക അന്നലിൽ ഖുതുബിയ്യത്തുൽ ഉലമാ ശറാഇത ലാ യൂജദു ശൈഉൻ മിൻഹാ ഫിൽ കദ്ദാബീൻ. ഔലിയാക്കളെ മുഴുവൻ നിയന്ത്രിക്കുന്ന, ഈ പ്രപഞ്ചത്തിൽ ഔലിയാക്കളുടെ നേതാവായിട്ട് വാനരുളുന്ന, ഖുതുബുസ്സമാൻ, ഖുതുബെന്ന പദവിയിൽ അലങ്കരിക്കുന്ന ആ നേതൃത്വത്തിന് ഒരുപാട് സവിശേഷതകൾ ഉണ്ടാവേണ്ടതുണ്ട്, ഒരുപാട് നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട്. നുണ പറയുന്ന നുണയന്മാരൊരിക്കലും തന്നെ കുത്തുബാവൂല. ഇയാൾ എന്താ പറഞ്ഞത്? ഇയാൾ എന്തെല്ലാം നുണയാ പറയുന്നത്? തൊള്ള തുറന്നാൽ നുണ മാത്രം പറയാം, അല്ലേ? വേറൊന്നും പറയല്ല. ഒരു സംസ്ഥാനത്തിന്റെ ഭാഷ അറിയില്ല, ഖുർആനെ പറ്റി അറിയില്ല, ഹദീസിനെ കുറിച്ച് അറിയില്ല, ഇസ്ലാമിന്റെ ഒരു കാര്യം അറിയില്ല, ഇൽമില്ല. പിന്നെന്താ അറിയാം? കുറെ നുണ അറിയാം. ആ കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും വലിയ നുണയും വങ്കത്വവുമാണ് കേരളത്തിലെ ആധികാരിക മത പണ്ഡിത സഭയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ച് അയാളുടെ കടുത്ത ആരോപണം. എന്താ പറഞ്ഞത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ബ്രിട്ടീഷ് ഉൽപ്പന്നമാണ് എന്നാണ് പറഞ്ഞത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ബ്രിട്ടീഷ് ഉൽപ്പന്നമാണ്, ബ്രിട്ടീഷ് ചാരസംഘടനയാണ്. ഈ നുണ പറയുന്നവൻ അയാൾ കുത്തുബാവാൻ പറ്റുമോ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുന്നത് എപ്പോഴാ? 1926 മലബാർ കലാപം എന്നറിയപ്പെട്ട സമരം നടന്നതെപ്പോഴാ? 1921. ആ സമരത്തിന് നേതൃത്വം വഹിച്ച ആലി മുസ്ലിയാറും വാരിയും എന്നിട്ട് അഹമ്മദ് ഹാജിയും പോലുള്ള ആളുകളൊക്കെ അവരൊക്കെ വഫാത്തായതിനു ശേഷം 4-5 കൊല്ലം കഴിഞ്ഞതിനു ശേഷമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുന്നത്. 1926 മുതൽ 1947 വരേക്കുമുള്ള 21 കൊല്ലക്കാലഘട്ടത്തെ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന്റെ ഗതി എന്തായിരുന്നു? 1921 വരെ സായുധമായി ആയുധം കൊണ്ട് ബ്രിട്ടീഷുകാരെ നേരിടുന്ന സമരമുറ സ്വീകരിച്ചിരുന്ന ആളുകൾ ദേശീയാടിസ്ഥാനത്തിൽ തന്നെ ഇന്ത്യ രാജ്യത്തിന്റെ ദേശീയ രംഗത്ത് തന്നെ സായുധപരമായ ബ്രിട്ടീഷുകാരോട് നേരിടുന്ന സമരമുറയിൽ നിന്ന് പിന്മാറി.
അല്ലേ? പിന്നെന്താ സംഭവിച്ചത്? 1930-കൾക്ക് ശേഷം ലണ്ടനിലെ വെട്ടമേശ സമ്മേളനവും കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷം പിന്നെ ബ്രിട്ടീഷുകാരുമായിട്ട് കൂട്ടുഭരണം നടത്തുന്ന പുതിയ ഒരു രീതിയിലേക്ക് ദേശീയാടിസ്ഥാനത്തിൽ രാജ്യത്ത് എല്ലാ ജനങ്ങളും വഴിമാറി. അല്ലേ? പിന്നീട് സായുധ സമരമല്ല ഉണ്ടായത്. പിന്നെ ബ്രിട്ടീഷുകാരോടൊപ്പം ഭരണത്തിൽ പങ്കിട്ടുകൊണ്ടുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സമരമുറ സ്വീകരിക്കുന്ന ഒരു വഴിമാറ്റം സംഭവിച്ച ഒരു പ്രത്യേക ഘട്ടത്തിലാണ് സമസ്ത ജമിയത്തുൽ ഉലമായുടെ പ്രവർത്തനം ഇവിടെ നടക്കുന്നത്. ആ ഒരു പ്രവർത്തന കാലഘട്ടം അഥവാ 1930-കളിൽ രാജ്യത്ത് മറ്റൊരു ചിന്ത പുതുതായി ഉത്ഭവപ്പെട്ടു. ഏതാണ് ആ ചിന്ത? അന്നത്തെ നാഷണൽ കോൺഗ്രസിന് നേതൃത്വം വഹിച്ചിരുന്ന ചില ആളുകളുടെ നേതൃത്വത്തിൽ ഒരു ചിന്ത വന്നു. ആ ചിന്ത എന്തായിരുന്നു? രാജ്യത്തെ വിഭജിക്കണം, മാത്രമല്ല ഈ രാജ്യം ഹിന്ദു രാഷ്ട്രമാക്കണം. ഈ ഒരു പ്രത്യേക ഘട്ടത്തിൽ 1930-കളിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു പ്രമേയം പാസാക്കി. എന്താണ് ഈ സാഹചര്യത്തിൽ? സമസ്തയുടെ ആളുകൾ ഗവൺമെന്റിന്റെ കക്ഷികളാവണം, കോൺഗ്രസുകാരാവരുത് എന്ന് പ്രത്യേകമായ ഒരു പ്രമേയം പാസാക്കി. അന്നത്തെ ആ പ്രമേയം അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ, അന്നത്തെ ദേശീയ സാഹചര്യത്തിൽ മുസ്ലിമാന്റെ നിലനിൽപ്പിന് അനിവാര്യമായ ഒരു പ്രമേയമായിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ചാൽ കണ്ടെത്താൻ കഴിയും. ഇങ്ങനെയുള്ള പ്രമേയങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ഇയാൾ പറഞ്ഞു നടക്കുകയാണ്. ഇയാളുടെ ശിങ്കിടികളെ കൊണ്ട് പാടി പറയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? സമസ്ത കേരള ജമിയത്തുൽ ഉലമ ബ്രിട്ടീഷ് ഉൽപ്പന്നമാണ്. ഇത് ചരിത്രബോധമുള്ള ആളുകൾക്ക് അംഗീകരിക്കാൻ കഴിയും. ഇത് പറയുന്ന ആള് മഹാകളവല്ലേ പറയുന്നത്, കെതിബല്ലേ പറയുന്നത്? ഈ കള്ളം പറയുന്ന ആള് എങ്ങനെ കുത്തുബാകും? ഈ കള്ളം പറയുന്ന ആളെ എങ്ങനെ കുത്തുബാകും? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇയാൾ കള്ളം പറയുന്നു എന്ന് മാത്രമല്ല, ഒരു ശൈഖിന് വേണ്ടുന്ന ക്വാളിഫിക്കേഷനായിട്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ച അറിവിന്റെ യാതൊരു തരിക പോലും ഇദ്ദേഹത്തിനില്ല എന്ന് അദ്ദേഹവുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കളൊക്കെ പറയുകയാണ്. അല്ലേ? അദ്ദേഹവുമായി ബന്ധപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് ബഗ്ദാദിൽ അദ്ദേഹമുള്ള സമയത്ത് ടെലിഫോൺ ചെയ്തു. ആ ടെലിഫോണിലൂടെ അദ്ദേഹത്തോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? ഞാൻ നിങ്ങൾ വരുന്നത് വരേക്കും നിങ്ങളുമായിട്ട് ബൈഅത്ത് ചെയ്യണമെന്നുണ്ട്. നിങ്ങൾ വരുന്നത് വരേക്കും നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുമ്പോൾ ഞാൻ ഉലൂഹിയത്തും റുബൂബിയ്യത്തും നിങ്ങളിൽ നിക്ഷിപ്തമാക്കിക്കൊണ്ട് നിസ്കരിച്ചു കൊള്ളട്ടെ. എന്താ പറഞ്ഞത്? റബ്ബും ഇലാഹും നിങ്ങളായിക്കോട്ടെ, അങ്ങനെ ഞാൻ നിസ്കരിക്കട്ടെ. നല്ല, അത് കുഴപ്പമില്ല, ഞാൻ വരുന്നത് വരെ അങ്ങനെ തന്നെ നിസ്കരിച്ചോ മോനെ. ഇങ്ങനെ കുഫറിന്റെയും ശിർക്കിന്റെയും അത് അയാൾ അറിയാതെ പറഞ്ഞതായിരിക്കാം, അയാൾ ജഹാലത്തിന്റെ മൂക്ക് കൊണ്ട് പറഞ്ഞതായിരിക്കാം. എന്താവട്ടെ, നമ്മളിപ്പോ അങ്ങനെ തെളിവ് ചെയ്യുകയാണ്. അയാളത് ബോധപൂർവ്വം നിർദ്ദേശിച്ചതാണെങ്കിൽ അയാളുടെ കഥ എന്താണ് എന്നുള്ളത് മറ്റൊരവസ്ഥയാണ്. അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഈ ഒരു നിർദ്ദേശം പോലും, ഈ ഒരു കാര്യം പോലും അറിയാത്ത ഇയാൾ എങ്ങനെയാണ് കുത്തുബാവുക, കുത്തുബിന്റെ താഴെ സുൽത്താനാവുക, അതിന്റെ താഴെ വലിയാവുക, അതല്ലെങ്കിൽ ഒരു തരീഖത്തിന്റെ ശൈഖാവുക? കണ്ട അണ്ടനും അടകോർന്നും ഒക്കെ വാദിച്ചുണ്ടാക്കാനുള്ളതാണോ ഒരു ശൈഖ് എന്ന് പറയുന്നത്? ആണോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ശൈഖാവാൻ ഒരു ക്വാളിറ്റിയുമില്ല. മറ്റൊരിക്കൽ ഒരാൾ ചോദിച്ചു, എന്റെ സുഹൃത്തിന് 2 കുട്ടികളുണ്ടായിട്ടുണ്ട്, ഒന്ന് ആൺകുട്ടിയാണ്, മറ്റേത് പെൺകുട്ടിയാണ്. അതിൽ ആൺകുട്ടിക്ക് ഞാൻ മന്നാ ഉൽ ഖൈർ എന്നും പെൺകുട്ടിക്ക് സനാ ഫാജിറ എന്നും പേരിടട്ടെ എന്ന് ചോദിച്ചപ്പോ നല്ല സൂപ്പർ പേരാണ്. നല്ല സൂപ്പർ. ബോംബെയിലുള്ള ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറോട് നമ്മളെ മലയാളികളായ കുറച്ച് സുഹൃത്തുക്കൾ ഒരിക്കൽ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ പരിചയപ്പെട്ടപ്പോ ഓട്ടോറിക്ഷ ഡ്രൈവർ നല്ല ഖുർആൻ, എന്റെ മക്കൾക്കൊക്കെ ഞാൻ ഖുർആനിലുള്ള പേരാട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ എന്താ പേരെന്ന് ചോദിച്ചു. ഞാൻ എന്റെ ഒരു കുട്ടിക്ക് ഖൈറുൽ ബരിയാന്ന് പേരിട്ടു, മറ്റേ കുട്ടിക്ക് ഞാൻ ഷർറുൽ ബരിയാന്ന് പേരിട്ടു. അപ്പൊ ഈ കോലത്തിൽ ബോംബെയിലുള്ള ഒരു സാധാ ഓട്ടോറിക്ഷാവാലയ്ക്ക് പോലുമില്ല, അയാൾക്ക് സംഭവിക്കുന്ന അബദ്ധങ്ങൾ, ആ അബദ്ധങ്ങൾ സംഭവിക്കുന്ന ഇയാളാണോ ഒരു തരീഖത്തിന് ശൈഖാവാൻ പറ്റുക? ആ മനുഷ്യൻ ഇവിടെ പ്രത്യക്ഷപ്പെടുന്ന 2000-കളിൽ അയാളുടെ വാദമെന്തായിരുന്നു? അന്നും ഇന്നും വെച്ച് കിടക്കുന്ന വാദമെന്താണ്? തന്റെ തരീഖത്ത് മാത്രമാണ് ഈമാനിന്റെ തരീഖത്ത്.
ഒരു മനുഷ്യനോട് മുസ്ലിമാവാൻ അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട്. വഅസ്ലിം വജ്ഹക ലില്ലാഹ്, മുസ്ലിമാവണമെന്ന കൽപ്പനയുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ, മുഅ്മിനാവണമെന്ന കൽപ്പനയുമുണ്ട്. ഈ രണ്ട് കൽപ്പനയിൽ ഇസ്ലാമാവാനുള്ള കൽപ്പനയും ഈമാനാവാനുള്ള കൽപ്പനയും ഒരു മനുഷ്യൻ യഥാർത്ഥ മുസ്ലിമായി കഴിഞ്ഞാൽ, ഇവിടെ ഇരിക്കുന്ന ഈ ആളുകൾ മുസ്ലിങ്ങളാണ്. ഈ യഥാർത്ഥ മുസ്ലിം അവർ മുഅ്മിനീങ്ങളുമാണ്. യഥാർത്ഥ മുഅ്മിൻ അവർ മുസ്ലിമുമാണ് എന്ന് വെച്ചാൽ പരലോകത്ത് അല്ലാഹുവിന്റെ അടുക്കൽ രക്ഷ ലഭിക്കുന്ന മുസ്ലിം അവൻ മുഅ്മിനും മുസ്ലിമുമാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞത്, ഇദാ തവല്ലൽ മുസ്ലിമു അവിൽ മുഅ്മിനു, മുസ്ലിം ഒലു ചെയ്താൽ അല്ലെങ്കിൽ മുഅ്മിൻ ഒലു ചെയ്താൽ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ഒലു ചെയ്യുമ്പോൾ അവന്റെ ഓരോ അവയവത്തിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന വെള്ളത്തിൽ നിന്ന് അവന്റെ പാപങ്ങൾ ഇങ്ങനെ ഒഴുകിപ്പോകുമെന്ന് പറയുന്ന ഹദീസിൽ ഇദാ തവല്ലൽ മുസ്ലിമു അവിൽ മുഅ്മിൻ. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, മത കാരണത്താൽ ആളുകൾക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, മുസ്ലിമും മുഅ്മിനും അല്ലാഹുവിന്റെ അടുക്കൽ നജാത്തുള്ള മുസ്ലിമീങ്ങളാണ് ഈ നിൽക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അവരൊക്കെ മുഅ്മിനീങ്ങളുമാണ്. അല്ലാഹുവിന്റെ അടുക്കൽ നജാത്തുള്ള മുഅ്മിനീങ്ങളാണ് ഈ കൂട്ടരെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവരൊക്കെ മുസ്ലിമീങ്ങളാണെന്നുമാണ്. ഇത് അറിയാത്തൊരു കൊച്ചുകുട്ടികൾ നമ്മൾ രാജ്യത്തില്ല. എന്നാൽ ഇയാൾ പറയുകയാണ്, ഒരു ത്വരീഖത്തിൽ കൂടിയിട്ടും കാര്യമില്ല, എന്റെ ത്വരീഖത്തിൽ എന്റെ കൈ പിടിച്ചാൽ മാത്രമേ അയാൾ മുഅ്മിനാവുകയുള്ളൂ. അല്ലാത്തവരൊക്കെ മുസ്ലിമാണ്, ഫാസിഖാണ്, തമ്മാടിയാണെന്നാ പറഞ്ഞത്. തമ്മാടി. ഇവരുടെ വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശൈഖിനെ കൈപ്പിടിക്കാത്ത ആളുകളൊക്കെ ഫാസിഖീങ്ങളാണ്, തമ്മാടികളാണ്. തമ്മാടികളോട് സലാം പറയാൻ പറ്റൂലല്ലോ. അപ്പൊ ശൈഖില്ലാത്തവരോട് സലാം പറയാൻ പറ്റൂല. തമ്മാടികളുമായിട്ട് ഒരുപാട് ബന്ധങ്ങളെ കുറിച്ചുള്ള ഒരുപാട് നിയമങ്ങളുണ്ടല്ലോ. അവരുടെ പിന്നിൽ തുടർനിസ്കരിക്കൽ കറാഹത്താണല്ലോ. ഇവരുടെ വാദപ്രകാരം ഒരു ശൈഖിനെ കൈപ്പിടിച്ചുകൊണ്ട് ബൈഅത്ത് ചെയ്യാത്ത ആളുകളെല്ലാം തന്നെ തമ്മാടികളാണ് എന്നാണ് ഇവർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വാദം അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് സമസ്തകളുടെ ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞത് മുസ്ലിമും മുഅ്മിനും ഒന്നാണ് എന്ന് പറഞ്ഞ, അഥവാ അല്ലാഹുവിന്റെ നജാത്തുള്ള മുസ്ലിമുകളെല്ലാം അവർ മുഅ്മിനീങ്ങളാണ്, മുഅ്മിനുകളെല്ലാം അവർ മുസ്ലിമീങ്ങളുമാണ്. എല്ലാ മുസ്ലിമും മുഅ്മിനാണ്, മുഅ്മിനുകളെല്ലാം മുസ്ലിമുമാണ് എന്ന ഇസ്ലാമിക ലോകത്തിന്റെ ഐക്യകണ്ഠേനയുള്ള അഭിപ്രായത്തെ ധിക്കരിച്ചുകൊണ്ട് ഇയാളുടെ അടുക്കൽ പോകുമ്പോൾ മാത്രമേ മുഅ്മിനാകുകയുള്ളൂ എന്ന ഒരു നിരോധമായ എന്തോ ഒരു ഈമാനിന്റെ അവകാശവാദവുമായി കടന്നുവന്ന ഈ മനുഷ്യന്റെ ശരീരത്തെ യഥാർത്ഥ തരീഖത്തല്ല എന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രഖ്യാപിക്കുകയും ആ തരീഖത്തിന്റെ അനുബന്ധ ഗ്രന്ഥങ്ങളിൽ അവർ പ്രഖ്യാപിക്കുന്ന, അവർ പറഞ്ഞു, അവർ പഠിപ്പിക്കുന്ന, അവർ വലിയ വലിയ വിജ്ഞാനമായി അവതരിപ്പിക്കുന്ന ഒട്ടേറെ ദീനീവിരുദ്ധ കാര്യങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് 2006 മാർച്ച് 29 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആ തരീഖത്ത് തെറ്റാണ് എന്ന് വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തി കൊടുത്തു. ഇന്ന് അതിന്റെ അനയോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തലിച്ച ഗുണ്ടായുസത്തിന്റെയും മാഫിയാ ബന്ധത്തിന്റെയും അതുപോലെയുള്ള വിദൂരതകളുടെയും ആളുകളായിട്ട് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പുതിയ പുതിയ കഥകളും ചിത്രങ്ങളും ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഹദീസുകളും കുറെ എന്തൊക്കെയോ വാക്കുകൾ ഇങ്ങനെ പറയും ഇയാൾ പ്രസംഗത്തിൽ. എന്നിട്ട് അവസാനം മുഴുവൻ ചെയ്യും. അതിന് ആദ്യം ഉണ്ടാവില്ല, അവസാനം ഉണ്ടാവില്ല. ഇങ്ങനെ വിവരമില്ലാത്ത ഒരു മനുഷ്യനാൽ നായകത്വം വഹിക്കുന്ന ആ ത്വരീഖത്ത് ഒരിക്കലും തന്നെ സ്വീകരിക്കപ്പെടാൻ പറ്റുകയില്ല എന്ന സമസ്തയുടെ അന്നത്തെ തീരുമാനം അത് പകൽ വെളിച്ചം പോലെ ഇന്ന് നമ്മുടെ മുമ്പിൽ പ്രകടമായി കൊണ്ടിരിക്കുകയാണ് എന്റെ സഹോദരങ്ങൾ. ഞാൻ ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അതേപോലെ തന്നെ നമുക്കിടയിൽ പലപ്പോഴും സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന മറ്റൊരു സംഘമാണ് തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്നത്. നേരത്തെ തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ചുള്ള സൂചനകൾ ബഹുമാനായ അബ്ദുൽ ഹമീദ് ഫൈസി ഉസ്താദ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറയുകയുണ്ടായി. ഇന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് തബ്ലീഗ് ജമാഅത്ത് ഒരു സൈലന്റ് വഹാബിസമാണെന്ന് പറയാറുണ്ട്. നിശബ്ദ വഹാബിസം. നിശബ്ദ വഹാബിസം എന്ന് പറഞ്ഞാൽ എന്താ? കേരളത്തിലേക്ക് 1920-കളിലാണല്ലോ വഹാബിസം വന്നത്. എവിടുന്നാ വന്നത്? ഈജിപ്തിൽ നിന്നാണ് വന്നത്. എങ്ങനെയാ വന്നത്? സൗദി അറേബ്യയിൽ നിന്ന് ഈജിപ്തിലേക്ക് കടത്തപ്പെട്ട വഹാബിസത്തെ പാശ്ചാത്യ പരിഷ്കരണ ചിന്താഗതികളെ കൊണ്ട് അതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്തതിനു ശേഷം ആ പരിഷ്കരിക്കപ്പെട്ട വഹാബിസമാണ് കേരളത്തിൽ വന്നതെങ്കിൽ കേരളത്തിൽ വരുന്നതിന്റെ 100 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ അതിനപ്പുറം ഏതാനും വർഷങ്ങൾ കൂടി കൂട്ടി 100 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉത്തരേന്ത്യയിൽ വഹാബിസം കൊണ്ടുവന്ന വ്യക്തിയാണ് ഇസ്മായിൽ ദഹ്ലവി എന്ന് പറയുന്ന മനുഷ്യൻ. ആ മനുഷ്യരാൽ ഉത്തരേന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട പ്രചരിപ്പിക്കപ്പെട്ട വഹാബിസത്തിന്റെ ചിന്താധാരയെ അനുഭാവം
വിഭാവനം ചെയ്യുന്ന നിശബ്ദ വഹാബിസം എന്ന് ചിലരെങ്കിലും പറയുന്ന, പക്ഷേ അത് നിശബ്ദ വഹാബിസമല്ല. ഉത്തരേന്ത്യയിൽ അവര് വളരെ പ്രകടമായ വഹാബിസത്തിന് വേണ്ടി അവർ വാഗ്വാദങ്ങൾ നടത്തിയിട്ടുണ്ട്, അവർ വാദപ്രതിവാദങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ രൂപത്തിൽ എല്ലാവർക്കും ബോധ്യപ്പെട്ട വഹാബിസം തന്നെയാണ് അവരുടേത്. ഇന്ന് കേരളത്തിലും അവരവരുടെ നിശബ്ദമായ അവസ്ഥയിൽ നിന്ന് ശബ്ദാമയമായ പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് അവർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ചില ഉദാഹരണങ്ങൾ മാത്രം ഞാൻ ഈ സന്ദർഭത്തിൽ ഈ കാലാവസ്ഥയുടെ പ്രതികൂലാവസ്ഥയിൽ ഏതാനും ചില ഉദാഹരണങ്ങൾ തന്നെ ശ്രദ്ധിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രം പറയാം. എന്റെ കയ്യിൽ 2014 കേരളത്തിലുള്ള തബ്ലീഗ് ജമാഅത്തിന്റെ സകല ബുദ്ധികേന്ദ്രങ്ങളും സകല പണ്ഡിതന്മാരും ഒത്തൊരുമിച്ചുകൂടി കണ്ട് പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകം മാത്രം ഇപ്പോൾ ഞാൻ എടുക്കുകയാണ്. ഇതാണ് ദേവന്ത് പണ്ഡിതർ നവോത്ഥാന ശില്പികൾ. ഈ പുസ്തകത്തിൽ മഹാന്മാരുടെ ജാറങ്ങളെ സംബന്ധിച്ച്, അതിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിടം പെട്ടു, അതുപോലെ അജ്മീർ ദർഗ പെട്ടു, മമ്പറം മഖാം പെട്ടു, ഏർവാടി ശരീഫ് പെട്ടു, എല്ലാ മഖാമുകളെ സംബന്ധിച്ചു മഹാന്മാരുടെ മഖാമുകളെ സംബന്ധിച്ചുണ്ടായി ഇവർ പറഞ്ഞത് അത് ശവകുടീരങ്ങളാണ് എന്നാ പറഞ്ഞത്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇവിടെ ഇരിക്കുന്ന ആളുകളില്ലേ, നിങ്ങളുടെ ബാപ്പമാര് മരിച്ചിട്ടില്ലെങ്കിൽ വല്യപ്പമാരെങ്കിലും മരിച്ചിട്ടില്ലേ? ഇനി വല്യപ്പ മരിച്ചില്ലെങ്കിൽ അയാളുടെ ബാപ്പ മരിക്കാത്ത ആരും ഇവരല്ലോ. ആ ബാപ്പാനെ പറ്റി ശവം എന്ന് പറയാൻ ഇവിടുത്തെ ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ നാവ് പൊന്തുമോ? ആ ബാപ്പാന് അടക്കം ചെയ്യപ്പെട്ട ഖബറിനെ പറ്റി ശവകുടീരം എന്ന് പറയാൻ ഇവിടെ ആരെങ്കിലും ഈ കീശ്വരിക്കോ പരിസരത്തോ ഉള്ള ആളുകൾക്ക് ആർക്കെങ്കിലും സാധിക്കുമോ? സാധിക്കില്ല. എങ്കിൽ പിന്നെ മഹാന്മാരുടെ ഖബറിനെ സംബന്ധിച്ച് ശവകുടീരം എന്ന് പറയാൻ ഒരു മുസൽമാന് സാധ്യമല്ല. അതേ സമയത്ത് ഇവരെന്താ പറഞ്ഞത്? ശുദ്ധ വഹാബിസം, അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ വിരുദ്ധരായ വഹാബി പ്രസ്ഥാനത്തിന്റെ ആശയം അത് വിശദീകരിക്കുന്നതിനിടയിൽ ഇവർ പറയുന്നത് കാണുക. ഈ പുസ്തകത്തിന്റെ എന്താ ഈ പുസ്തകത്തിന്റെ പേര്? ദേവന്ത് പണ്ഡിതർ നവോത്ഥാന ശില്പികൾ എന്ന് പറയുന്ന അൽ കൗസർ ഉലമാ കൗൺസിൽ എന്ന തബ്ലീഗ് ജമാഅത്തിന്റെ കേരളത്തിലുള്ള പണ്ഡിത സഭ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിന്റെ 112ാമത്തെ പേജിൽ പറയാ, മഹാന്മാരെ മധ്യവർത്തികളാക്കി പ്രാർത്ഥിച്ചാലേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ എന്ന മൂഢവിശ്വാസം. തവസ്സുലിനെ പറ്റി പറയാം. തവസ്സുലാക്കുമ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട്, അല്ലാഹുവേ ഞങ്ങളെ ആവശ്യം നീ നിറവേറ്റിത്തരണേ, നിന്റെ ഹബീബായ റസൂലിനെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു റബ്ബേ. ഇതിനെപ്പറ്റിയാ തവസ്സുൽ എന്ന് പറയുക. അങ്ങനെ തവസ്സുലാക്കി ദുആ ചെയ്യുന്നത് ഇജാബത്തിൽ കൂടുതൽ അഖ്റബാണ് എന്ന് നമ്മുടെ സുന്നത്തിയമായത്തിന്റെ കിതാബുകൾ പറയുന്നു. പ്രമാണങ്ങൾ അങ്ങനെ വിശദീകരിക്കുന്നു. ആ കാര്യം നമ്മൾ പല സ്ഥലത്തും വിശദീകരിച്ചതാണ്. അതിനെക്കുറിച്ച് ഇവരെന്താ പറയുന്നത്? ഇത് ഉറുദുവിലല്ല, ഇംഗ്ലീഷിലല്ല, തമിഴിലല്ല, ഉത്തരേന്ത്യൻ ഭാഷയിലല്ല, പച്ച മലയാളത്തിലാണ് ഈ പറയുന്നത്. ഒരു തബ്ലീഗുകാരനും നിഷേധിക്കാൻ പറ്റില്ല. നിങ്ങൾ നോക്കൂ, മഹാന്മാരെ മധ്യവർത്തികളാക്കി പ്രാർത്ഥിച്ചാലേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ എന്ന മൂഢവിശ്വാസം സുന്നി ബഹുജനങ്ങളിൽ പ്രചരിപ്പിക്കുന്നതിൽ ഷിയാക്കൾ എത്രമാത്രം വിജയിച്ചു എന്നാലോചിക്കുക. അത് ഷിയാക്കൾ ഉണ്ടാക്കിയതാണെന്നാ പറയുന്നത്. സുന്നികളുടെ അഖീദാ ഗ്രന്ഥങ്ങളിലൊന്നും ഇങ്ങനെ ഒരു ആദർശം പഠിപ്പിക്കുന്നില്ല. അതിവർ പറയാണ്. അതെന്തോല്ലേ എന്നുള്ളത് നേരത്തെ അമീദ് വൈസിന്റെ പ്രസംഗത്തിലൊക്കെ നമ്മൾ കേട്ടില്ലേ. പിന്നെ എങ്ങനെയാണത് അവരുടെ മുഖ്യ ചർച്ചാ വിഷയമായത്? പുണ്യം തേടി മഹാന്മാരുടെ ഖബറുകൾ സന്ദർശിക്കുന്ന പരിപാടിയും ഷിയാ സമ്പ്രദായമത്രേ. അപ്പൊ മമ്പറം മക്കാമിൽ പോയിട്ട് ബർക്കത്ത് തേടിക്കൊണ്ട് അങ്ങോട്ട് ചെല്ലുന്ന ഏർപ്പാട് എന്ന് പറയുന്നത് സുന്നി ആചാരമല്ല, അത് ഷിയാക്കൾ ഉണ്ടാക്കിയതാണെന്ന് അപ്പൊ ഇവർ പറയുന്നത്. തീർന്നില്ല. എന്നിട്ട് ഇതിൽ പറയാ, ശവകുടീരങ്ങൾ സന്ദർശിക്കുന്നതും നോക്കണം, ശവകുടീരങ്ങൾ സന്ദർശിക്കുന്നതും പുണ്യം നേടുന്നതും ഷിയാക്കളുടെ വിശ്വാസത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. മുസ്ലിങ്ങൾക്ക് നമസ്കരിക്കുമ്പോൾ തിരിഞ്ഞു നിൽക്കാനും ഹജ്ജ് കർമ്മം അനുഷ്ഠിക്കാനും ഒരു തിമിലയാണുള്ളത്. പുണ്യം തേടി യാത്ര പോകാൻ മറ്റു 2 മസ്ജിദുകളും. എന്നാൽ ഷിയാക്കൾക്ക് ധാരാളം മഖാമുകളും മശ്ഹദുകളും മസാറുകളുമുണ്ട്. പുണ്യം തേടി അവർ അവിടെയെല്ലാം കറങ്ങി നടക്കുന്നു. ഇനിയാണ് കൊണ്ടോട്ടി കീശേരിക്കാർ മനസ്സിലാക്കേണ്ടത്. ഇതിൽ പറയാം, കേരള മുസ്ലിങ്ങൾ ഇത്തരം ഷിയാ സമ്പ്രദായങ്ങളിൽ അകപ്പെട്ട് ഈ മഖാമുകളിലൊക്കെ സിയാറത്തിന് പോവുക, അതുപോലെ അവരോട് ഇസ്തിഗാസ ചെയ്യുക, അവരോട് തവസ്സുൽ ചെയ്യുക, ഇതിലൊക്കെ കേരള മുസ്ലിമീങ്ങൾ അകപ്പെട്ടത് കൊണ്ടോട്ടിയിലെ ഷിയാ തങ്ങന്മാരുടെ സ്വാധീന ഫലമായിരുന്നു എന്നവർ. ഇതാരായിരുന്നത്? ഇത് സക്കരിയ സലാഹിയോ അല്ലെങ്കിൽ അബ്ദുറഹ്മാൻ സലഫിയോ അല്ല. തബ്ലീഗ് ജമാഅത്തിന്റെ ഈ 600 ചില്ലാനം പേജുകളുടെ ഈ പുസ്തകം കഴിഞ്ഞ വർഷം പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. അവരുടെ ആധികാരിക പുസ്തകമാണ്. കേരളത്തിലുള്ള തബ്ലീഗ് ജമാഅത്തിന്റെ എല്ലാ നേതാക്കളും അണിനിരന്ന ഈ പുസ്തകമാണ്. അവർക്കൊരിക്കലും ഇത് നിഷേധിക്കാൻ പറ്റില്ല.
തബ്ലീഗ് ജമാഅത്ത് സുന്നികളെ എതിർക്കുന്നില്ല. തബ്ലീഗ് ജമാഅത്ത് ആചാരപരമായിട്ട് സുന്നികൾ തന്നെയാണ്, വിശ്വാസപരമായ സുന്നികൾ തന്നെയാണ് എന്ന് സാധാരണക്കാരുടെ ഇടയിൽ പറയുകയും അതേ സമയത്ത് ശക്തമായ വഹാബിസത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ വളരെ പരസ്യമായി നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ദ്വിമുഖമുള്ള വഹാബി പ്രസ്ഥാനമാണ് തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം കൂടി നിങ്ങൾ നോക്കുക. ഈ പുസ്തകത്തിൽ തന്നെ പറയാണ് മുഹിയുദ്ദീൻ മാല, അതുപോലെ കുതുബിയ്യത്ത്. മുഹിയുദ്ദീൻ മാല പ്രാമാണികമാണ് എന്ന് എത്രയോ പതിറ്റാണ്ടുകളായിട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ തെളിയിക്കുകയും അത് തെളിയിക്കപ്പെടുകയും സമർത്ഥിക്കപ്പെടുകയും ചെയ്ത വസ്തുതയാണ്. അതേസമയത്ത് അതിനെ എതിർക്കാൻ, അത് തെറ്റാണെന്ന് സമർത്ഥിക്കാൻ മുഹിയുദ്ദീൻ മാലയുടെ വിമർശകർക്ക് നേർക്കുനേരെ സാധിച്ചിട്ടില്ല. അവരുടെ പ്രസിദ്ധീകരണങ്ങളിലോ ഏകപക്ഷീയമായ പ്രസംഗങ്ങളിലോ ഒരുപക്ഷെ അവർ പറയുന്നുണ്ടാകും. പക്ഷേ നേർക്കുനേരെ പണ്ഡിതന്മാരുടെ നേർക്കുനേരെ നിന്നുകൊണ്ട് അത് സമർത്ഥിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല, ഇത് സാധിക്കുകയുമില്ല. ഇവരെന്താ പറയുന്നത്? ഈ പുസ്തകത്തിന്റെ 133-ാമത്തെ പേജിൽ പറയാം. എന്താ പറയുന്നത്? ഇതിന്റെ 133-ാമത്തെ പേജിൽ പറയുന്നത് എന്താ? ഒരു പ്രാമാണിക നബിചരിത്ര ഗ്രന്ഥങ്ങളിലും കാണാത്ത കെട്ടുകഥകൾ പ്രവാചകന്റെ പേരിൽ ചുമത്തുന്ന ചില മൗലിദുകളുടെ കർത്താക്കൾ അജ്ഞാതരായതിന്റെ യുക്തിയെക്കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട്. കുതുബിയ്യത്ത്, മുഹിയുദ്ദീൻ മാല തുടങ്ങിയ അജ്ഞാത കൃതികൾ യഥാർത്ഥത്തിൽ ആരുടെ സൃഷ്ടികളാണ് എന്ന് പറയാം. കേരളത്തിൽ നേർച്ചകളും ജാറങ്ങളും പ്രചരിപ്പിച്ചത് ഷിയാക്കളാണ്. നമ്മളെ കേരളത്തിൽ മമ്പുറം നേർച്ച നടക്കാറുണ്ട്, ഓമാനൂർ നേർച്ച നടക്കാറുണ്ട്, അതുപോലെ മുഹിയുദ്ദീൻ തങ്ങളുടെ നേർച്ച നടക്കാറുണ്ട്, പല തരത്തിലുള്ള നേർച്ച ബദരീകൾ നേർച്ച നടക്കാറുണ്ട്. ഇതൊക്കെ കേരളത്തിൽ പ്രചരിപ്പിച്ചത് ഷിയാക്കളാണ്. മാത്രമല്ല കേരളത്തിൽ 10,000-ഓളം മദ്രസകൾ കേരളത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടേതായിട്ടുണ്ട്. അല്ലാത്ത യൂർക്കിൽ സംഘടനകളുടേതുമായ ചില മദ്രസകളുമുണ്ട്. അങ്ങനെ ഒരു 10,000-ലധികം, ഒരു 10-14,000 മദ്രസകൾ കേരളത്തിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. തബ്ലീഗ് ജമാഅത്തിന് മദ്രസ ഉണ്ടോ ഇല്ലേ? ഉണ്ടോന്ന് ചോദിച്ചാൽ എന്തും ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ലാന്നും ഞാൻ പറയുന്നില്ല. രണ്ടിനെ കുറിച്ച് ഞാൻ അന്വേഷണം നടത്തിയിട്ടില്ല. പക്ഷേ കേരളത്തിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മദ്രസകളിൽ എന്താ പഠിപ്പിക്കുന്നത്? തബ്ലീഗ് ജമാഅത്തിന്റെ ആശയം എന്താണ്? ഇതേ പുസ്തകത്തിന്റെ 136-ാമത്തെ പേജിൽ പറയാണ്. എന്താ പറയുന്നത്? തബ്ലീഗ് ജമാഅത്തിന്റെ കുഴപ്പങ്ങൾ എന്താ എന്ന് ഇവിടെ ചിന്തിക്കുന്ന അന്വേഷിക്കുന്ന ആളുകൾക്ക് ഈ ഒരൊറ്റ പുസ്തകം വായിച്ചാൽ മതി. ഈ പുസ്തകത്തിൽ തബ്ലീഗ് ജമാഅത്തിന്റെ സകല വഹാബിസവും പുറത്തിയാടിയിരിക്കുകയാണ്. ഈ പുസ്തകത്തിൽ പറയാം, മുജാഹിദുകളുടേതടക്കം കേരളത്തിലെ എല്ലാ വിഭാഗവും നടത്തുന്ന മദ്രസകളിൽ ഷിയാ സ്വാധീനമുള്ള ചരിത്രമാണ് പഠിപ്പിക്കപ്പെടുന്നത്. അഥവാ ഷിയായിസത്തിന് എളുപ്പത്തിൽ വളരാനുള്ള മണ്ണ് പാകപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെന്നർത്ഥം. അപ്പോ മദ്രസകളിലൊക്കെ പഠിപ്പിക്കുന്നത് ഷിയാ സ്വാധീനമുള്ള ചരിത്രമാണ്. ഇതാരാ പറയുന്നത്? വഹാബികളല്ല, ഇത് ആലുവക്കാരല്ല, ഇത് നൂരിശക്കാരല്ല. ഇത് പറയുന്നത് തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകളാ പറയുന്നത്. പക്ഷേ സാധാരണക്കാരായ ചില ആളുകളൊക്കെ തെറ്റിദ്ധരിച്ചെന്താ? അവർ നിസ്കരിക്കുന്നില്ലേ, അവർ നോമ്പ് നോൽക്കുന്നില്ലേ? പലപ്പോഴും അവർ ചെയ്യാൻ നമ്മളൊക്കെ തബ്ലീഗ് ജമാഅത്തിനെ വിശദീകരിക്കുന്ന ചില യോഗങ്ങൾ കൂടുമ്പോ ഇശാഇന് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ബാങ്ക് കൊടുക്കുമ്പോൾ അതിൽപ്പെട്ട 1-2 തബ്ലീഗിലാണ് എഴുന്നേറ്റ് പോകും. അപ്പൊ ആളുകൾ വിചാരിക്കും, കണ്ടോ എത്ര നല്ല നിസ്കാരക്കാർ, എത്ര നല്ല നിസ്കാരക്കാർ. പക്ഷേ ആ യോഗത്തിൽ, ആ സമ്മേളനം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആളുകളൊക്കെ ഒരുപാട് പോയിട്ട് പള്ളിക്ക് പോയിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കും. അതിവൻ കാണുന്നില്ല. ഇവിടെ തന്നെ ഇന്ന് ഈ സദസ്സിൽ തന്നെ ഇശാ നിസ്കരിച്ച ആളുകളുണ്ടാകും, നിസ്കരിക്കാത്ത ആളുകൾ. നിസ്കരിക്കാത്ത ആളുകളോട് എനിക്ക് പറയാനുള്ള എന്താ? നമ്മൾ നിസ്കരിക്കാതെ കടന്നുറങ്ങാൻ പാടില്ല. ഇവിടുന്ന് പോയിട്ട് പള്ളിയിൽ ജമാഅത്തായിട്ടോ അതിന് സൗകര്യപ്പെടാത്ത ആളുകൾ പള്ളിയിൽ വെച്ചിട്ടോ വീട്ടിൽ വെച്ചിട്ടോ ഒറ്റക്കായിട്ടോ നിസ്കാരം നിർബന്ധമായിട്ട് നിർവഹിച്ചതിന് ശേഷം മാത്രം കടന്നാൽ മതി. അല്ലാതെ പരിപാടിക്കൊക്കെ വന്നു, നല്ല പ്രസംഗങ്ങൾ കേട്ടു, തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് പഠിച്ചു, ടൂറിസക്കാരെ പറ്റി പഠിച്ചു, ആലുവക്കാരെ പറ്റി പഠിച്ചു, നിസ്കാരം ഔട്ടായി ബാത്തിലായി, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായിട്ട് പിന്നെ എന്ത് കാര്യ? അതുകൊണ്ട് നിസ്കരിക്കണം. ഈ സാധുവായ ഞാൻ വന്നപ്പോ തന്നെ നിസ്കരിച്ചു, എനിക്കെല്ലാം സമയം കിട്ടിയതുകൊണ്ട്. അപ്പൊ നിങ്ങളൊക്കെ നിസ്കരിക്കണം. നിസ്കാരം ഒരിക്കലും നിർത്തിവെക്കാൻ പാടില്ല. പക്ഷേ ആ നിസ്കാരം എന്ന് പറയുമ്പോൾ നിസ്കാരം നിർവഹിക്കുമ്പോ തന്നെ ആ നിസ്കാരം ഖബൂലാവണം. ഒരു മനുഷ്യന്റെ നിസ്കാരം കബൂലാവണം, ഒരു മനുഷ്യന്റെ നോമ്പ് കബൂലാവണം. കബൂല് എന്ന് പറഞ്ഞ വലിയൊരു സംഗതിയുണ്ട്. അതല്ലേ നമ്മൾ ദ്വാരക്കുമ്പോഴൊക്കെ പറയാറുള്ളത്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. റബ്ബേ നീ കബൂലാക്കണേ, നീ കബൂലാക്കണേ. നമ്മൾ അമൽ ചെയ്തുകൊണ്ട് കാര്യമായില്ല, അമലിന് കബൂലിയത്ത് വേണം. കബൂലിയത്തിനുള്ള നിബന്ധന എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയാ, വമൻ യഅമൽ മിനസ് സാലിഹാത്തി മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫഉലാ
ഉലൈക യദ്ഖുലൂനൽ ജന്നത വലാ യുദ്ലമൂന നഖീറാ. ആരെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്താൽ, അത് ആണാവട്ടെ പെണ്ണാവട്ടെ, സൽക്കർമ്മങ്ങൾ ചെയ്താൽ ആ സൽക്കർമ്മം സ്വീകരിക്കാനുള്ള നിബന്ധനയാണ് ഈമാൻ. അത് സ്വീകരിക്കാനുള്ള നിബന്ധനയാണ് അഖീദ. അഖീദ എന്ന് പറയുന്നത് നാവ് കൊണ്ട് ചൊല്ലാനുള്ളതല്ല, അത് അഖീദ എന്ന് പറയുന്നത് അവയവങ്ങളെ കൊണ്ട് ചെയ്യാനുള്ളതല്ല, അത് ഹൃദയത്തിൽ ഉറപ്പിച്ചു വെക്കാനുള്ളതാണ്. ഉലൈക കതബ ഫീ ഖുലൂബിഹിൽ ഈമാൻ വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും. ഹൃദയത്തിലാണ് ഈമാൻ പ്രതിഷ്ഠിക്കേണ്ടത്. ആ ഈമാനിൽ തകരാറ് വന്നുപോയാൽ ആ നിസ്കാരത്തിനൊരു പൊലിവുമില്ല, ആ നിസ്കാരത്തിനൊരു കബൂലിയത്തുമില്ല, ആ നോമ്പിന് ഒരു യാഥാർത്ഥ്യവുമില്ല, അതിനൊരു പ്രസക്തിയുമില്ല. അതുകൊണ്ട് തന്നെ തബ്ലീഗ് ജമാഅത്ത് മുജാഹിദ് പോലുള്ള ആളുകളൊക്കെ എത്ര നിസ്കരിച്ചിട്ടും എത്ര നോമ്പ് നോക്കിയിട്ടും ആ നോമ്പിലും ആ നിസ്കാരത്തിനൊന്നും കബൂലിയത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ യഥാർത്ഥമായ അഖീദ, ആ അഖീദ അവർ കാത്തു സൂക്ഷിക്കണം. ഇവിടെ നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ഇതിന് ഒരുപാട് സ്ഥലത്ത് ഇസ്തിഗാസയെ സംബന്ധിച്ച് ഇതിന്റെ 152, 153 പേജുകളിൽ കൃത്യമായിട്ട് തന്നെ ഇസ്തിഗാസ അത് വളരെ മോശമായ ഏർപ്പാടാണ് എന്ന് ഇതിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഖബറുകൾ ബറക്കത്തിന് വേണ്ടി എന്തെങ്കിലും ബറക്കത്തുള്ള സാധനങ്ങൾ വെക്കുക എന്നുള്ള ഏർപ്പാട് സ്വഹാബത്ത് അവലംബിച്ച കാര്യമാണ്, സ്വഹാബത്ത് അനുവർത്തിച്ച വിഷയമാണ്. ആ വിഷയത്തിനെ കുറിച്ച് ഇതിലെന്താ പറയുന്നതെന്നറിയോ? ഇസ്ലാമിലെ അടിസ്ഥാന കർമ്മങ്ങൾ ഒഴിവാക്കുന്നതിന് ധൈര്യം പകരുകയാണോ ഇയാൾ ചെയ്യുന്നത്? ഇയാൾ എന്ന് പറഞ്ഞാൽ അഹമ്മദ് റളാഖാൻ എന്ന മഹാനായ ഉത്തരേന്ത്യൻ പണ്ഡിതനെ പറ്റി പറയാം. കഫംപുടമയിൽ ദുആ വെക്കുന്ന ശീഈ സമ്പ്രദായത്തിന് വെഞ്ചാമരം വീശുന്ന റളാഖാനെയല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്? നിങ്ങൾ നോക്കണം. കഫംപുടയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ബർക്കത്തിന് വേണ്ടി കഫംപുടയിൽ ചാർത്തി വെക്കുന്നതിന് അത് ശിയാക്കളുടെ ആചാരമാണ് എന്നാണ് ഇവർ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വഹാബി പ്രസ്ഥാനത്തെ പറ്റി എന്താ ഇവർ പറയുന്നത്? അവരുടെ ഉത്തരേന്ത്യൻ ഗ്രന്ഥങ്ങളിൽ ധാരാളം പറഞ്ഞിട്ടുണ്ട്. സമസ്തകൾ ജംഇയ്യത്തുൽ ഉലമ 16/1965 ഈ തീരുമാനമെടുക്കുമ്പോൾ തബ്ലീഗ് ജമാഅത്ത് വഹാബിസത്തിന്റെ അനുബന്ധ സംഘടനയാണെന്ന് ബോധ്യമായത് വളരെ കൃത്യമായി ഉസ്താദുമാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ 2014 ഇവർ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിന്റെ 262 പേജിൽ എന്താണ് വഹാബി പ്രസ്ഥാനത്തെ പറ്റി ഇവർ പറയുന്നത്? വഹാബി പ്രസ്ഥാനം എന്ന് പറയുന്നത് ബിദ്അത്തിന്റെ പ്രസ്ഥാനമാണ് എന്നുള്ളതിൽ സുന്നി ഉലമാക്കൾക്കിടയിൽ തർക്കമില്ലല്ലോ. എന്നാൽ ഇവർ പറയുന്നത് എന്താ അറിയോ? ഇതിന്റെ 262 പേജിൽ പറയാം, ഇബ്നു അബ്ദുൽ വഹാബിന്റെ സമുദ്ധാരണ പ്രവർത്തനങ്ങൾ ശിർക്ക് ബിദ്അത്തിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ മസ്ലക്ക് തൗഹീദിന്റെയും തിരുസുന്നത്തിന്റെയും പാതയിലൂടെ എല്ലാ കുപ്രചരണങ്ങളും മറികടന്ന് 3 നൂറ്റാണ്ടായി ഇരു ഹറമുകളെ അടക്കം സേവന മേഖലകളാക്കാൻ ഭാഗ്യം ലഭിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുന്നു. എന്താ പറഞ്ഞത്? ഇബ്നു അബ്ദുൽ വഹാബിന്റെ സമുദ്ധാരണ പ്രവർത്തനങ്ങൾ ശിർക്ക് ബിദ്അത്തിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ മസ്ലക്ക് തൗഹീദിന്റെയും തിരുസുന്നത്തിന്റെയും പാതയിലൂടെ എല്ലാ കുപ്രചരണങ്ങളും മറികടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാ പറഞ്ഞത്. 3 നൂറ്റാണ്ടുകളായി ഈ രൂപത്തിൽ ഇബ്നു അബ്ദുൽ വഹാബിനെ തൗഹീദിന്റെ ആചാര്യനായിട്ട് അവതരിപ്പിക്കുന്ന വഹാബികളെ അംഗീകരിക്കുക മാത്രമല്ല അവരെ പുകഴ്ത്തി പറയുകയാണ് തബ്ലീഗ് ജമാഅത്തുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരുടെ മുമ്പിൽ അവർ പറയുന്നത്, ഞങ്ങൾ മൗലിദിനെതിരല്ല, ഞങ്ങൾ ഹദ്ദാദിനെതിരല്ല, ഞങ്ങൾ നബിദിനാഘോഷത്തിനെതിരല്ല. പക്ഷേ നബിദിനാഘോഷത്തിനെ പറ്റി ഇവരെന്താ പറയുന്നത്? നമ്മുടെ നാട്ടിലെ തബ്ലീഗ് ജമാഅത്തുകാർ 1 or 2 ഉണ്ടാവുള്ളൂ, പക്ഷേ അവർ നബിദിനാഘോഷത്തിൽ പങ്കെടുക്കാറില്ല. അത് സംഘടനാപരമായ അകൽച്ചയല്ല, അതല്ലെങ്കിൽ പ്രാദേശികമായ അകൽച്ചയല്ല, അടിസ്ഥാനപരമായ തബ്ലീഗ് ജമാഅത്തിന്റെ ആദർശത്തിലൂന്നിയ അകൽച്ചയാണത്. തബ്ലീഗ് ജമാഅത്തിന്റെ നബിദിനാഘോഷവുമായി അവരുടെ കാഴ്ചപ്പാടെന്താ? നേരത്തെ ഉസ്താദ് ഹമീദ് ഫൈസി പറഞ്ഞ റഷീദ് അഹമ്മദ് ഗംഗോഹി അദ്ദേഹത്തിന്റെ ഫത്താവയിൽ പറഞ്ഞു, നബിദിനാഘോഷത്തിൽ ഏത് സ്വീകാര്യോഗ്യമായ ഹദീസുകളാണ് പാരായണം ചെയ്യുന്നതെങ്കിലും അതിൽ സംബന്ധിക്കുക എന്നുള്ളത് അത് അനുവദനീയമല്ല എന്നാണ് അയാളെന്ന് പറഞ്ഞത്. അയാളെ തിരുമറക്കാരാണല്ലോ തബ്ലീഗ് ജമാഅത്തുകാര്. ആ തബ്ലീഗ് ജമാഅത്തുകാര് മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ഖുർആൻ പരിഭാഷയിൽ സൂറത്ത് മാഇദയുടെ 3ാമത്തെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് 2 ആരോപണമാണ് നബിദിനാഘോഷത്തെ പറ്റി പറഞ്ഞത്. ഇവിടുത്തെ വഹാബി പ്രസ്ഥാനം ആരോപിക്കുന്ന അതേ ആരോപണമാണ്. എന്താ പറഞ്ഞത്? നബിദിനാഘോഷം ജാഹിലിയ ആചാരമാണ്. ജാഹിലിയ ആചാരം എന്ന് പറഞ്ഞാൽ അബൂജഹലിന്റെ കാലത്തുള്ള ആചാരമാണ്. അതല്ലേ ജാഹിലിയ ആചാരം എന്ന് പറഞ്ഞാൽ?
ജാഹിലിയ ആചാരമാണ്, അബൂജഹലിന്റെ കാലത്തുള്ള ആചാരമാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സ് കിട്ടുന്നതിന് മുമ്പേ ഉള്ള ആളുകൾ നബിദിനാഘോഷിച്ചിരുന്നു. എന്താ ഈ പറയുന്നത്? ഈ പറഞ്ഞതിനൊരു മയനവാണ്ടേ? മയനല്ലാത്ത ആരോപണം ഉന്നയിച്ചുകൊണ്ട് ജാഹിലിയ ആചാരമാണ് നബിദിനാഘോഷം എന്നാണ് തബ്ലീഗ് ജമാഅത്തുകാരവരുടെ ഖുർആൻ പരിഭാഷയിൽ പറഞ്ഞത്. എന്ത്? നബിദിനാഘോഷം ക്രിസ്ത്യാനികളിൽ നിന്ന് കടമെടുത്തതാണ്, നബിദിനാഘോഷം ക്രിസ്ത്യാനികളിൽ നിന്ന് കടമെടുത്തതാണ് എന്ന ആക്ഷേപം, ഈ രണ്ട് ആക്ഷേപം ഇവിടുത്തെ മുജാഹിദീങ്ങളും ജമാഅത്തുകാരും നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്ഷേപമാണ്. ആ ആക്ഷേപം അക്ഷരം പ്രതി സ്വീകരിച്ചുകൊണ്ട് അടിസ്ഥാനരഹിതമായ ആ ആക്ഷേപത്തിന്റെ വാഹകരായി മാറിയിരിക്കുകയാണ് തബ്ലീഗ് ജമാഅത്തുകാർ. ആ തബ്ലീഗ് ജമാഅത്തുകാർ നിങ്ങൾ നോക്കണം, ഹിജ്റ 300 ശേഷം വന്നതാ നബിദിനാഘോഷം എന്ന് പറഞ്ഞുകൊണ്ട് നബിദിനാഘോഷത്തെ അത് ശിർക്കും ബിദ്അത്തും ആക്കിയ മുജാഹിദുകൾ എന്നേ അത് ആക്കാൻ തുടങ്ങിയത്. യഥാർത്ഥ മുജാഹിദുകൾ 1920 മുതൽ 1950 വരേക്കുമുള്ള 30 കൊല്ലത്തെ യഥാർത്ഥ മുജാഹിദുകളുണ്ടല്ലോ, ഒറിജിനൽ മുജാഹിദുകൾ. ആ ഒറിജിനൽ മുജാഹിദുകളാണല്ലോ സുന്നികളെക്കാൾ അധികമായി നബിദിനം ആഘോഷിച്ചത്. നബിദിനാഘോഷത്തിന്റെ മജ്ലിസിൽ പങ്കെടുക്കുന്നത് പുണ്യകർമ്മമാണ് എന്നും മൗലിദിന്റെ സദസ്സ് ഒരു പുണ്യ സദസ്സ് തന്നെയാണെന്നും ലോക മുസ്ലിമീകളെ ആഘോഷിക്കുന്ന നബിദിനാഘോഷം നാമും വളരെ സമുചിതമായി ആചരിക്കേണ്ടതാണ് എന്നും അന്ന് ലോകത്തോട് വിളംബരപ്പെടുത്തിക്കൊണ്ട് ആഘോഷിക്കുകയും ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്ന മുജാഹിദുകൾ. ആ മുജാഹിദുകൾ പിന്നെ അവർ 50കൾക്ക് ശേഷം കളം മാറ്റി ഇപ്പൊ അവർ പറയുന്ന നബിദിനാഘോഷം ശിർക്കാണ്. യഥാർത്ഥത്തിൽ നബിദിനാഘോഷം അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യയിൽ നിന്ന്, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിന്റെ ചര്യയിൽ നിന്ന് അത് തികച്ചും പ്രാമാണികമായി തെളിയിക്കപ്പെട്ടതാണ് എന്ന് മഹാന്മാരായ ഇമാമുകൾ ഇബ്നു ഹജർ അസ്ഖലാനിയും അതുപോലെ മഹാനായ ഇമാം സുയൂത്തിയും അവരുടെ കിതാബുകളിൽ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. അങ്ങനെയുള്ള നബിദിനാഘോഷത്തെ സംബന്ധിച്ച് എന്താ ഇതിൽ പറഞ്ഞതെന്നറിയോ? ഈ പുസ്തകത്തിൽ നബിദിനാഘോഷത്തെ സംബന്ധിച്ച് മുജാഹിദുകൾ പറയുന്ന അതേ വാദം പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ഏതാനും ചില ഉദാഹരണങ്ങൾ പറഞ്ഞു നിർത്തുകയാണ്. ഇതിന്റെ 244 പേജിൽ ഇവരെന്താ പറഞ്ഞത്? ഇതിന്റെ 244 പേജിൽ പറയാണ്, എന്താ പറയുന്നത്? അനുവദനീയമല്ല എന്നതിന്റെ തെളിവായി ഇത്രമാത്രം മതി, അതായത് ഖൈറുൽ ഖുറൂനിൽ ആരും അത് ചെയ്തിട്ടില്ല. നബിദിനാഘോഷം അനുവദനീയമല്ല, അതിലേക്ക് തെളിവ് പറയാണ് ഇവര്. അപ്പൊ നബിദിനാഘോഷം അനുവദനീയമല്ല. ഖുതുബിയത്തും വഹിയത്തുമാരെയും ഷിയാ നിർമ്മിതികളാണ്. കേരളത്തിലുള്ള മദ്രസകളിൽ പഠിപ്പിക്കുന്നത് ഷിയാ ആശയമാണ്. ഇസ്തിഗാസ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ വ്യക്തിപൂജയാണ്. ഇസ്തിഗാസ എന്നാ പറയുന്നത്. ഇതിൽ പറയുന്നത് ഇസ്തിഗാസ യമാമ യുദ്ധത്തിൽ സ്വഹാബികൾ അവരുടെ അടയാളമായിട്ട്, യമാമ എന്നാണ് എന്റെ ഓർമ്മ, അല്ലെങ്കിൽ മറ്റേതോ ഒരു പ്രസിദ്ധമായ യുദ്ധത്തിൽ, ആ യുദ്ധത്തിൽ സഹാബികൾ അവരുടെ ശിആർ തന്നെ എന്തായിരുന്നു? വാ മുഹമ്മദാ, ഓ മുഹമ്മദ് നബിയേ എന്ന വിളിയായിരുന്നു എന്ന് നമുക്ക് വ്യക്തമായ പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ ആ രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് അപേക്ഷിക്കുന്നത് അത് ക്രിസ്ത്യാനികളുടെ വ്യക്തിപൂജയാണ് എന്നാണ് ഈ പുസ്തകത്തിന്റെ 143 പേജിൽ പറയുന്നത്. ഞാൻ അതുകൂടി നിങ്ങൾക്ക് വായിച്ചു തരാം. ഈ പുസ്തകത്തിന്റെ 143 പേജിൽ പറയാം. എന്താ പറയണത്? മറ്റൊരു വശന്മാർ അവിശുദ്ധിയായ ഇസ്ലാം സ്വീകരിച്ചു. ഇവരെ ദീനിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയാതെ വന്ന പിശാച് ക്രൈസ്തവരെയും മറ്റും വഴിപിഴപ്പിച്ച അതേ ശൈലി തന്നെ ഇവിടെയും സ്വീകരിച്ചതായി കാണാൻ സാധിക്കും. അഥവാ വ്യക്തിപൂജ. അല്ലാഹുവിന്റെ അടുത്തദാസന്മാർക്ക് അല്ലാഹുവിന്റെ സ്ഥാനം കൊടുക്കുകയും ആവശ്യങ്ങൾ അവരോട് ചോദിക്കുകയും കഷ്ടപ്പാടുകൾ ദൂരീകരിക്കാൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്യുന്ന സമ്പ്രദായം. അപ്പൊ മഹാന്മാരോട് സങ്കടം പറയുന്ന സമ്പ്രദായം ക്രൈസ്തവരുടെ വ്യക്തിപൂജ അഥവാ അവരുടെ ആരാധനാ മാർഗമാണ് എന്ന തെറ്റായ വഹാബി ആശയമാണ് ഇവർ പറയുന്നത്. ഇത് ഏതാനും ഉദാഹരണങ്ങളാണ്. ഇനി അവരുടെ ഖുർആൻ പരിഭാഷയിൽ പറയുന്നത് എന്താ പറയുന്നത്? മഹാന്മാരുടെ പേരില് മൃഗങ്ങളെ അറുക്കുന്നത് മക്കയിലുള്ള മുസ്ലിങ്ങൾ അവരുടെ ദൈവങ്ങൾക്ക് വേണ്ടി ബലിയർത്തതുപോലെ ശിർക്കാണ് എന്നാ പറഞ്ഞത്.
മമ്പുറന്തങ്ങളുടെ പേരിൽ അറിവ് അള്ളാഹുവിനെ പ്രതിഫലം മമ്പുറന്തങ്ങൾക്ക്, ബദരീങ്ങളുടെ പേരിൽ അറിവ് അള്ളാഹുവിന്റെ നാമത്തിൽ പ്രതിഫലം ബദരീങ്ങൾക്ക്, റസൂലിന്റെ പേരിൽ അറിവ് അള്ളാഹുവിന്റെ പേരിൽ പ്രതിഫലം റസൂലിന്. ഈ രൂപത്തിൽ മുസ്ലിമീങ്ങൾ ചെയ്യുന്ന ആചാരത്തെക്കുറിച്ച് ഇവരുടെ ഖുർആൻ പരിഭാഷയിൽ മലയാളത്തിൽ പറഞ്ഞതെന്താ? അത് ബിംബങ്ങൾക്ക് വേണ്ടി മക്കാ മുശ്രിക്കീങ്ങൾ എടുത്ത നടപടിയാണ്. ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റും? ബിംബങ്ങൾക്ക് വേണ്ടി ചെയ്തതെന്താ? ബിംബങ്ങൾ ദൈവങ്ങളാണ് എന്ന വിശ്വാസത്തിൽ അധിഷ്ഠിതമായി നടത്തുന്ന സേവാകർമ്മങ്ങളാണ് അവരുടെ പ്രവർത്തനമെങ്കിൽ മുഹമ്മദ് നബിയെ കുറിച്ച് ദൈവമാണെന്നോ ഇലാഹാണെന്നോ റബ്ബാണെന്നോ വിശ്വസിക്കാതെ മുഹമ്മദ് നബി റസൂലാണ് എന്നും റബ്ബായ അല്ലാഹുവിന്റെ പേരിലാണ് അറുക്കുന്നതെന്നും ഈ അറിവിന്റെ പുണ്യം അത് റസൂലിന് നൽകണമെന്നുമുള്ള ഈ കാഴ്ചപ്പാട് സുന്നത്യമായിട്ടുള്ള കാഴ്ചപ്പാട് ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചതല്ലേ? അല്ലാഹുവിന്റെ റസൂല് ഒട്ടകങ്ങളെ ഒഴുകിയ തർക്കപ്പോൾ എന്താ പറഞ്ഞത്? അല്ലാഹുമ്മ അൻ മുഹമ്മദിൻ വആലി മുഹമ്മദിൻ, അല്ലാഹുവേ അൻ മുഹമ്മദിൻ വ അൻ ഉമ്മത്തി മുഹമ്മദിൻ, അല്ലാഹുവേ ഇതിന്റെ പ്രതിഫലം എനിക്ക് നീ നൽകണേ, എന്റെ ഉമ്മത്തിന് കൊടുക്കണേ എന്ന രൂപത്തിൽ അറിവ് അല്ലാഹുവിനെ പ്രതിഫലം റസൂൽ എന്ന വിധത്തിൽ നമ്മൾ ചെയ്യുന്ന നബിയുടെ പേരിലുള്ള അറിവ്, മുഹ്യിദ്ദീൻ പേരിലുള്ള അറിവ്, അതുപോലെ ബദരീകളുടെ പേരിലുള്ള അറിവ്, ആ അറിവിനെ സംബന്ധിച്ച് ഇവരെന്താ പറഞ്ഞത്? അത് മക്കാ മുശ്രിക്കീകളെ ഏർപ്പാടാണ് എന്നാ പറഞ്ഞത്. ഇതൊക്കെ എഴുതിയത് എവിടെയാ? ഇതൊന്നും പൗരാണികമായ ഉറുദു പുസ്തകങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ മാർക്കറ്റിൽ കിട്ടണ ഈ മലയാള പുസ്തകം കുറച്ച് കാശ് കൊടുക്കണം, 1400 രൂപ ചെലവാക്കണം. ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വായിക്കാൻ പറ്റും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ ചുരുക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ തീരുമാനത്തിന് വിധേയമായ സംഘടനകളൊക്കെ അവരുടെ ഉള്ളിലിപ്പുകൾ ഇങ്ങനെ പുറത്തു ചാടിക്കൊണ്ടിരിക്കുകയാണ്. ആലുവ തരീഖത്തുകാരുടെ ഉള്ളിലിപ്പ് പുറത്തു ചാടിക്കൊണ്ടിരിക്കുകയാണ്. നൂർഷാ തരീഖത്തുകാരുടെ ഉള്ളിലിപ്പുകളെല്ലാം പുറത്തു ചാടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നിഷ്കാശിതമായ തരീഖത്തുകളൊക്കെ അവരൊന്നും തന്നെ ഇപ്പോൾ ഉയർന്നിൽക്കാൻ സാധിക്കാതെ അസ്തമിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ കീഴിൽ യഥാർത്ഥ ദീൻ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനും അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്താൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.